വ്യാപാര മേഖലകൾക്ക് മന്ദഗതിയിൽ പോകുന്ന കാരണം ബിൽഡിങ്ങുകളെല്ലാം പോയില്ലെങ്കിൽ ആരെങ്കിലും എടുത്തു കഴിഞ്ഞ് നല്ല ഓഫറിൽ എടുത്തു കഴിഞ്ഞാൽ തന്നെ 6 മാസത്തെ സെക്യൂരിറ്റി കിട്ടിയാൽ തന്നെ നമുക്കത് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടി വരും, നമുക്കത് വേറെ വിനിയോഗിക്കാൻ പറ്റില്ല. അപ്പം അതിൻ്റെ ഇൻട്രസ്റ്റ് കൊണ്ട് അടച്ചു പോകാൻ പറ്റുമോ എന്നൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഏതായാലും അവിടെ കവലയിൽ നമ്മൾ അങ്ങനെ ഒരു സ്ഥിരകാല സ്വപ്നം പോലെ 2000-ൽ ഞാൻ പ്രവേശിച്ചതിന് ശേഷം ആ കാലഘട്ടത്തിൽ 1 ഏക്കർ 10 സെൻറ്റ് സ്ഥലം എടുത്തതാണ്. പക്ഷേ 2013-ലാണ് പ്രപ്പോസൽ പോയത്. ഹൗസിംഗ് സൊസൈറ്റി ബോർഡ് അതിൻ്റെ എൻജിനീയേഴ്സ് വന്ന് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയതിൽ ഒരു ന്യൂനത വന്നതുകൊണ്ടാണ് ഇതിൻ്റെ കാലതാമസം വന്നത്. അത് ഓഡിറ്റ് ഒബ്ജക്ഷനൊക്കെ പോയിരുന്നു. ഗവൺമെൻറ് തലത്തിൽ അതെല്ലാം എല്ലാവരും കൂടി പോയി പരിഹരിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ നിർമ്മാണ കാര്യങ്ങളിലേക്ക് കടക്കണം. ഒന്ന് ചോദിച്ചോട്ടെ, ഈ ഇന്നലെ വരെ താങ്കൾ ഇതിനു മുമ്പ് ജോസഫ് ഗ്രൂപ്പുകാരനായിരുന്നു. അതിനുശേഷം ജോസഫ് ഗ്രൂപ്പിൻ്റെ പാർട്ടി നടപടിക്ക് വിധേയനായി പാർട്ടിയിൽ നിന്ന് പുറത്തായ ആളാണ് താങ്കൾ. ഇന്ന് മുതൽ താങ്കൾ ജോസഫ് ഗ്രൂപ്പുകാരനാണോ? ഞാൻ എന്നും ജോസഫ് ഗ്രൂപ്പുകാരനാണ് മനസ്സ്. കാരണം നമ്മൾ അതിന് മാറ്റമൊന്നുമില്ല. പിന്നെ പാർട്ടി അച്ചടക്കം ലംഘിച്ചപ്പോൾ ഞാൻ അന്നേരെ പറഞ്ഞു, ജോസഫ് സാറ് തരുന്ന ഏത് ശിക്ഷയും സ്നേഹത്തോടെ ഞാൻ സ്വീകരിക്കും, അതിന് മാറ്റമില്ല. പിന്നെ ഈ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്കറിയാം, ഇനി 6-7 മാസമേ ഉള്ളൂ അടുത്ത പുതിയ തെരഞ്ഞെടുപ്പ്, പഞ്ചായത്തിൻ്റെ ത്രിതല തെരഞ്ഞെടുപ്പ്. അതിന് മുമ്പായിട്ട് നമ്മൾ പാർട്ടി ആവശ്യപ്രകാരം അല്ലെങ്കിൽ തന്നെ ഞാൻ രാജിവെക്കാൻ ആഗ്രഹിച്ചിരുന്നത്. അപ്പോൾ പിന്നെ ഇങ്ങനെ ഒരു അവസരത്തിൽ വന്നുകൊണ്ട് എനിക്ക് വലിയ ആശ്വാസം പകരുന്നുണ്ട്. ഈ കാരണത്താൽ നമ്മളോടൊപ്പം നിന്ന ആൾ അപ്പുറത്ത് താമരയെ ജയിച്ച ആളിനെ അവർ കൂട്ടിപ്പിടിച്ച് അവർ കഴിഞ്ഞ ദിവസം സംസാരത്തിൽ CPM-കാർ പറഞ്ഞു, ആദരണീയായ മോൻസ് MLA ഒക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു അവരെ അങ്ങനെ സസ്പെൻഡ് ചെയ്യുകയല്ലാതെ നമ്മളെ ഡിസ്ക്വാളിഫൈഡ് ചെയ്യാൻ, അയോഗ്യനാക്കാനൊന്നും ചെയ്തില്ലെന്ന്. പക്ഷേ നമ്മൾ അറിയാമല്ലോ, അന്ന് നമ്മൾ ചെണ്ട ചിഹ്നത്തിലാണ് മത്സരിച്ചത് സ്വതന്ത്രരായിട്ട്. ആ കാഴ്ചപ്പാട് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇവരിപ്പം നമ്മൾ താമരയെ ജയിച്ച വ്യക്തികളെ വോട്ട് മേടിച്ച് CPM-ഉം കേരള കോൺഗ്രസിന് 2 ജയിച്ചവർ അത് സ്വീകരിക്കണമെങ്കിൽ അവരുടെ പേരിൽ ഈ നേതാക്കൾ അയോഗ്യതയ്ക്ക് വേണ്ടി വിപ്പ് കൊടുക്കുമോ എന്നാണ് നമുക്കറിയേണ്ടത്. അവരുടെ പേരിൽ നടപടി എടുക്കുമോ? തൊട്ടുകൂടായ്മ എപ്പോഴും പറയുകയും പഞ്ചായത്ത് കമ്മിറ്റിയിൽ എപ്പോഴും UDF BJP ബന്ധമെന്ന് പറഞ്ഞ് അവർ മുദ്രാവാക്യം വിളിച്ച് ഇറങ്ങിപ്പോകുന്ന പ്രവണതയാണ്. ഇതിനു മുമ്പ് ഞങ്ങൾ 8 പേരും ഈ 15 പേരും ഏകകക്ഷിയുമായിട്ടാണ് ഈ ആദ്യത്തെ പ്രസിഡന്റിന് മോഹിച്ചിനെ നമ്മൾ പിന്താങ്ങി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം ഞങ്ങളാരും അവിശ്വാസത്തിൽ ഇറക്കിയിട്ടില്ല. അവർ രാജിവെച്ച ഒടുവിൽ ഞങ്ങളൊരു ധാരണ ഉണ്ടാക്കിയാണ് ഈ സ്ഥാനത്തേക്ക് വന്നത്. അപ്പോൾ എന്നെ സഹായിച്ചവരുടെ ഞാൻ അങ്ങോട്ട് സഹായിച്ചു, അവർക്ക് വൈസ് പ്രസിഡന്റ് ലഭിച്ചു. അങ്ങനെ നമ്മൾ തുടരുന്നതിൻ്റെ ഇടയ്ക്കാണ് ഈ സംഭവം ഉണ്ടായത്. ഈ ജോസഫ് ഗ്രൂപ്പിൻ്റെ നമ്മുടെ മോൻസ് ജോസഫ്, ഫ്രാൻസിസ് ജോർജ് MP, ജോസ് മാമണ്ടക്കർ ഇവരൊക്കെ കൊണ്ടുവന്ന പദ്ധതികളാണ് പ്രതിപക്ഷം എതിർത്തുകൊണ്ടിരുന്നത്. കാരണം ജോസഫ് ഗ്രൂപ്പിന്റെ നേതാക്കൾ കൊണ്ടുവരുന്ന പദ്ധതികളൊക്കെ ഇവർ എതിർത്തുകൊണ്ടിരുന്നത്. അപ്പോൾ താങ്കൾ ഇങ്ങനെ അവിശ്വാസ പ്രമേയത്തെ നേരിടേണ്ട അവസ്ഥ വരുമ്പോൾ ജോസഫ് ഗ്രൂപ്പ് നടപടി സ്വീകരിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നല്ലോ താങ്കൾ. ഈ ഒരു വേളയിൽ ഈ അവിശ്വാസ പ്രമേയത്തെ നേരിടാൻ ജോസഫ് ഗ്രൂപ്പിന്റെ പക്കൽ നിന്നും താങ്കൾക്ക് മാനസികവും അല്ലാതെയുള്ള പിന്തുണ ലഭിച്ചിട്ടുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഞാനത് പണ്ടേ പറഞ്ഞിരുന്നു, സാറിനെ ബുദ്ധിമുട്ടിക്കത്തില്ല, അവസാന നിമിഷം ഞാൻ രാജിവെച്ചോളാം, 2-3 മാസം ഉണ്ടല്ലോ. കാരണം ഇങ്ങനൊരു അവസരം കിട്ടിയത് ഞാൻ പറഞ്ഞ തവണ ഉണ്ടെങ്കിലും വൈസ് പ്രസിഡൻ്റായിട്ട് ഏതാണ്ട് 7.5 വർഷം ഇരുന്നിട്ടുണ്ട് ഇതിനു മുമ്പ്. പിന്നെ ഞാൻ മുൻ പ്രസിഡന്റ് തത്സമ ചേച്ചി ഇരുന്ന കാലത്ത് വിദേശത്ത് പോയപ്പോൾ 1 വർഷം ഞാൻ ചാർജ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോഴാണ് ഔദ്യോഗികമായിട്ട് ഇതും ഒത്തിരി മഹാന്മാർ ഇരുന്ന അല്ലെങ്കിൽ മഹൽ വ്യക്തികളിരുന്ന ഒരു സ്ഥാനം, അത് കളങ്കപ്പെടുത്താത്ത രീതിയിൽ കിടങ്ങൂരിൻ്റെ SSSന് യാതൊരു ബോർഡർ വെക്കാത്ത രീതിയിൽ തുറന്ന പുസ്തകം പോലെ അഴിമതിരഹിതമായ ഒരു ഭരണം കാഴ്ചവെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഈ പടി ഇറങ്ങുന്നത്. അതിൽ യാതൊരു സംശയമില്ല. എന്നോടൊപ്പം സഹകരിച്ച എല്ലാ ജനപ്രതിനിധികളെയും ഞാൻ പ്രത്യേകം സന്തോഷത്തോടെ സ്മരിക്കുന്നു. അതിനുപരി ഇവിടുത്തെ സാധാരണ ജനങ്ങൾ, ഞാൻ കാലങ്ങളായിട്ട് ഇങ്ങനെ പൊതുപ്രവർത്തന രംഗത്ത് നടക്കുന്ന കാരണം എല്ലാവർക്കും എൻ്റെ ശൈലി അറിയാം. നമ്മൾ സാധാരണക്കാരനായിട്ട് സാധാരണക്കാരോടൊപ്പമുള്ള ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് എനിക്ക് ആരിൽ നിന്നും ഒരു തിക്താനുഭവം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഇത് പ്രിയപ്പെട്ട എൻ്റെ സഹമെമ്പർ വിജയനെ അവർ ഏതോ രീതി സ്വാധീനിച്ച്
പഞ്ചായത്ത് വരുന്നത് എല്ലാ ഐക്യകണ്ഠേന ഒരുമിച്ച് നീങ്ങേണ്ട പദ്ധതികൾക്കെല്ലാം തുടക്കം വെക്കാൻ വേണ്ടി കൂട്ടുപിടിച്ച് അത് വെളിച്ചത്ത് കൊണ്ടുവന്നതിൽ എനിക്കേറെ സന്തോഷമുണ്ട്. അകത്ത് നടന്ന സംഭവം പുറത്തും കൂടി അറിയാനുള്ള അവസരം ഉണ്ടാക്കി. ഒരാഴ്ചയ്ക്ക് മുമ്പ് വരെ പുറത്ത് വന്ന ഒരു മൈക്ക് കെട്ടി പറഞ്ഞതാണ് ഞങ്ങളുടെ കൂട്ടുകെട്ടുകളെ പറ്റി. ഇനിയിപ്പം ഈ കൂട്ടുകെട്ടിന് ആര് മറുപടി പറയുമെന്നുള്ളത് ഈ നേതൃത്വം നില നമ്മളോട് പറഞ്ഞാൽ മതി. അത് നമുക്ക് വേറൊരു ബേജാറുമില്ല. ഏക സന്തോഷത്തോടെ ആര് വന്നാലും പഞ്ചായത്തിൻ്റെ സർവോപയോഗമായ വികസനത്തിന് പ്രിയപ്പെട്ടവരോടൊപ്പം അവരോടൊപ്പം ഞാൻ ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതാണ് എൻ്റെ ലക്ഷ്യം. അല്ലാതെ എനിക്ക് വകപോക്കലോ അങ്ങനെ രാഷ്ട്രീയ വലിയ തീവ്രതയിലുള്ള കളികളോ ഒന്നും നമുക്കില്ല. സാധാരണ ജനത്തിൻ്റെ താങ്കളോടൊപ്പം മറ്റ് 2 ജോസഫ് ഗ്രൂപ്പ് മെമ്പർമാരും കൂടെ ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ടുണ്ട്. അപ്പം അവരുടെ നിലപാട് ഈ താങ്കളുടെ ഈ പുറത്തായതിനു ശേഷം അവരും പഴയ ജോസഫ് ഗ്രൂപ്പുകാരായിട്ട് തുടരാനാണോ അവരുടെ തീരുമാനം? അങ്ങനെ അവർ ഇതുവരെ മനസ്സുകൊണ്ട് അങ്ങനെ തന്നെയാണ്. ഞങ്ങളൊരു തെറ്റ് ചെയ്തു, അതിനൊരു ശിക്ഷ മേടിച്ചാൽ ഞങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കലി വരും. അല്ലാതെ വേറെ പോകണ്ട. കാരണം അവർ മനസ്സിപ്പോഴും ജോസഫ് ഗ്രൂപ്പാണ്. അതെ അതെ. അവരുടെ മറ്റ് 2 പേരുടെ അതെ 2 ലേഡീസാണ്. അക്കാര്യത്തിൽ 3 പേരും ഒറ്റക്കെട്ട. കാരണം നമുക്കത് ഒന്നായിട്ട് UDF മൈൻഡാണ് നമുക്ക്. നമ്മൾ നേരത്തെ മാണി സാറിനോടൊപ്പമായിരുന്നു. എൻ്റെ മധുര ഹൗസ് ഇവിടെ അടുത്താണ്. ഇവിടെ എൻ്റെ അങ്കിളിൻ്റെ ഒക്കെ ഫ്രണ്ടായിരുന്നു മാണി സാറ്. ഞാൻ വരുമ്പോഴൊക്കെ കൊട്ടാരപ്പുറത്തെ പഴയ വീട്ടിലുള്ളപ്പോൾ തൊട്ട് എനിക്ക് മാണി സാറിനെ അറിയാവുന്നതാണ്. പക്ഷേ നമ്മളിങ്ങനെ ആ ഒരു നല്ല മതിപ്പിൽ പോകുമ്പോൾ മാണി സാറിൻ്റെ മരണത്തോടനുബന്ധിച്ച് പാർട്ടി പിളർപ്പുണ്ടായപ്പോൾ ഇടതുപക്ഷത്തിലേക്ക് നീങ്ങുന്ന കാര്യത്തിൽ എനിക്കും എൻ്റെ സിസ്റ്റർ, എൻ്റെ പെങ്ങൾ കഴിഞ്ഞ തവണ പഞ്ചായത്തിൽ 2 ടൈമായിട്ടുണ്ടായിരുന്നു. ഒരു കഴിഞ്ഞ ടീമിൽ പ്രസിഡൻ്റായിട്ട് ഏതാണ്ട് 3 വർഷത്തോളം ഇരുന്നതാണ്. ആ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ കുടുംബപരമായിട്ട് UDF മൈൻഡാണ്. അതുകൊണ്ട് അത് വിട്ടുള്ള ഒരു ലൈനിലേക്ക് പോകാൻ യാതൊരു സാധ്യതയുമില്ല.